പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ സെപ്റ്റംബർ മാസം 4 തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവേ അങ്ങേക്ക് സ്തോത്രം 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 സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ഈ പകൽക്കാലം എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്തതിന്, ആമേൻ, പകർച്ചകൾ തന്നതിന്, ആമേൻ, കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നതിന് നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാം. കർത്താവേ, ഇന്നലത്തെ 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും അനുഗ്രഹമാക്കി തീർത്തല്ലോ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ മാസത്തിൻ്റെ ആരംഭത്തെങ്കിൽ അങ്ങയോടുകൂടെ ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങളോട് മോചിച്ചു തന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നിത്യജീവനെ തന്നതിനായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ 4 തീയതി പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ പ്രത്യേക ഗ്രേസ് ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകമായി അങ്ങയുടെ കൃപയിൽ ശക്തിപ്പെടുവാൻ ഇന്നത്തെ പകൽക്കാലം കർത്താവ് സഹായിക്കണമേ. ആമേൻ. തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തിന്മയായി ഭവിക്കാതെ എല്ലാം നന്മയായി തീരട്ടെ. ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് കൃപ കൊടുക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗബന്ധനങ്ങൾ ഒഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. വയറിൻ്റെ ഇടത്തു ഭാഗത്തായിട്ടുണ്ടായിരിക്കുന്ന വേദന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ നെഞ്ചിനകത്തുള്ള എരിച്ചിലുകളും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം. തലയ്ക്കകത്തുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ മന്ദിപ്പും എല്ലാ മന്ദതകളും നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. സ്വസ്ഥമാകട്ടെ. ആരോഗ്യവും ദൈവകൃപയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ ബാക്ക് പെയിനുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണം. എല്ലാ മാനസിക അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. അവർക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ദൈവകൃപയും ജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണമേ. വിവാഹപ്രായമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കണമേ. ജോലിയില്ലാതെ നാളുകളായി കർത്താവെ കാത്തിരിക്കുന്നവർ, അവർക്ക് വേണ്ടി കർത്താവ് വഴികളെ തുറക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അപ്പയാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നന്മ മാത്രം ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് തിന്മയൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഞങ്ങളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് നടത്തുകയും ചെയ്യുന്ന നല്ല ഇടയനാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യമുള്ളതിന് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി.
കർത്താവെ, ലോകത്തെമ്പാടും അങ്ങനെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഈ പ്രഭാതി ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാകണം. സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യത്തെ സഭായോഗം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് യേശുവിൻ നാമത്തിൽ കാരണമായി തീരട്ടെ, നന്മയ്ക്ക് കാരണമായി തീരട്ടെ, കർത്താവിൻ്റെ പ്രവൃത്തി കാണാൻ കാരണമായി തീരട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസം നമുക്ക് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കാൻ നമ്മുടെ പിതാവ് നമ്മളെ സഹായിച്ചു. അത് നമുക്ക് അനുഗ്രഹമായിരുന്നു. നാളെ ആമേൻ നമ്മുടെ ആദ്യത്തെ സഭായോഗമാണ്. എല്ലാവരും ഇന്നത്തെ പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഒരുക്കണം. എന്നിട്ട് നാളെ തക്ക സമയത്ത് നിങ്ങൾ എത്തിച്ചേരണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. ഒരു കാരണവശാലും നാളത്തെ സഭായോഗം ആരും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം, നാളെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ പങ്കെടുക്കുക. അത് വലിയൊരു അനുഗ്രഹമായി തീരും. നമ്മൾ ഈ 3 ദിവസവും വായിച്ച ഒരു വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകം 33:3. പലപ്പോഴും പല വേദപണ്ഡിതന്മാരും അല്ലെങ്കിൽ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പം പറയാറുണ്ട്, ഇതാണ് നമ്മുടെ ദൈവമക്കളുടെ എമർജൻസി നമ്പർ. ഇതാണ് നമ്മുടെ കർത്താവിനെ വിളിക്കാനുള്ള നമ്പർ. 33:3. യെരമ്യാവ് 33:3. അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇത് കർത്താവ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഭയങ്കര പ്രിവിലേജാണ്. നീ ഏത് സമയത്തും എന്നെ വിളിച്ചപേക്ഷിക്കുക. നമുക്ക് ഒരു വലിയൊരാളുമായിട്ട് ഒരു ഹോൾഡ് ഉണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ വലിയൊരു നേതാവുമായിട്ട്, വലിയ അധികാരിയുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാർഡ് നമുക്ക് തരുന്നു. എന്നിട്ട് പറയാം, മോനെ നിങ്ങൾക്ക് ഏത് ആവശ്യമുണ്ടെങ്കിലും ഏത് സമയത്തും വിളിക്കണം. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്കൊരു ബോധ്യമായി എന്താവശ്യമുണ്ടെങ്കിലും നമുക്ക് വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. അപ്പോൾ അദ്ദേഹവും നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും, നിങ്ങളുടെ നമ്പർ എനിക്കറിയാം, നിങ്ങൾക്ക് ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനയുടെ മാസം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കോൺഫിഡൻസായ അല്ലെങ്കിൽ ഉറപ്പുള്ള ആമേൻ ഒരു വാക്കാണിത്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും എന്നെ വിളിച്ചപേക്ഷിക്കാം. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ആ സ്നേഹം ഓർത്ത് നോക്കി. അപ്പോൾ ആ അധികാരിയായ മനുഷ്യൻ നമുക്ക് ആ നമ്പർ തന്നു. നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞു. ആ നമ്പറുമായിട്ട് നമ്മൾ വന്നു. നമ്മുടെ മുമ്പിൽ ഒരു ആവശ്യം വന്നു. നമ്മൾ വിചാരിച്ച് അദ്ദേഹത്തെ എങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരോടെല്ലാം ചോദിച്ചു. ഈ പ്രിയപ്പെട്ട വ്യക്തിയോട് ചോദിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം നമ്മളോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ വിളിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ പ്രിയപ്പെട്ടവർ, നമ്മൾ വിളിക്കണം കർത്താവിനോട്. നമ്മുടെ ഏത് സമയത്തും ഏത് ആവശ്യത്തിനും കർത്താവിനെ വിളിക്കണം. അവൻ റോഡരികിലിരിക്കുന്ന മർത്യമായി, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപേക്ഷിച്ചപ്പോഴാണ് ആമേൻ യേശു അവിടെ നിൽക്കുന്നതും യേശു ബർത്തിമായിയുടെ അല്ലെങ്കിൽ കണ്ണിന് സൗഖ്യം കൊടുക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഏത് സാഹചര്യത്തിലും വിളിക്കുവാൻ കർത്താവ് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദൈവിക നിലപാടാണത്. നമ്മളാരും അനാഥരായി തീരേണ്ട ആവശ്യമില്ല, അശരണരായി തീരേണ്ട ആവശ്യമില്ല, കഴിവില്ലാത്തവരായിരിക്കേണ്ട ആവശ്യമില്ല, സഹായമില്ലാത്തവരായിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും നിത്യസഹായമായി നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ വിളിക്കും? ആ കരമുയർത്തി യേശു എന്നൊന്ന് വിളിച്ചാട്ടെ. ഏത് സമയത്തും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ വിളിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, വിളിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നാ വലിയ വാഗ്ദത്തമാണ്, ഞാൻ നിനക്ക് ഉത്തരമരുളും. അപ്പം നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ വിളിക്കാത്തത് കൊണ്ടാണ്. മുട്ടുവീൻ തുറക്കപ്പെടും, അവൻ അന്വേഷിപ്പീൻ കണ്ടെത്തും, അവൻ ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മൾ ചോദിക്കാത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല, മുട്ടാത്തത് കൊണ്ട് തുറക്കപ്പെടുന്നില്ല, അന്വേഷിക്കാത്തത് കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൈവമക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവിക നിലപാടുകളെ അറിയുവാൻ കർത്താവിൻ്റെ ആ ഹെൽപ്പ് നമ്മൾ ചോദിച്ചു മേടിക്കുന്നവരായിരിക്കണം. അടുത്തവിടെ പറയുന്നു, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കാം, കർത്താവേ എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ചായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയെക്കുറിച്ചായിരിക്കും, ഒരുപക്ഷെ ബിസിനസ്സിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മിനിസ്ട്രിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചായിരിക്കും. നമുക്കറിയത്തില്ല, പക്ഷേ കർത്താവിനറിയാം. കർത്താവിനറിയാം അതിന് സൊല്യൂഷൻ എന്താണ്. കർത്താവിനറിയാം അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ കർത്താവ് എന്നെ ചെയ്യും? നമുക്ക് അവൻ ഉത്തരമരുളുക മാത്രമല്ല, അറിയാത്തതും മഹത്തായതും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മക്കളെ അവൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രിവിലേജ് നമ്മൾ ശക്തമായിട്ട് ഉപയോഗിക്കണം. ആ ആക്സസ് നമ്മൾ
ഉപയോഗിക്കണം. നമ്മുടെ കയ്യിൽ ഡോർ തുറക്കാനുള്ള ആക്സസ് കാർഡുണ്ട്, പക്ഷേ നമ്മളത് ഉപയോഗിക്കത്തില്ല. നമ്മൾ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറയുക, ഈ ഡോർ എങ്ങനെ തുറക്കും, ഈ ഡോർ എങ്ങനെ തുറക്കും, ആര് തുറന്നു തരും, ആരെങ്കിലും വിളിച്ചാലോ, അവരെ വിളിച്ചാലോ, ഇവരെ വിളിച്ച്, ഇതുപോലെ പ്രാർത്ഥിക്കാത്ത ദൈവമേ തരും. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ കൺഫ്യൂഷനുകൾ മാറും. പ്രാർത്ഥിക്കുന്നവൻ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടത്തില്ല. കാരണം പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും വാതിലെപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മുമ്പിൽ സകല വാതിലുകളും തുറന്നു കിടക്കട്ടെ. ആക്സസ് ഡോറുകൾ തുറന്നു കിടക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. എന്തൊക്കെ തുറക്കപ്പെടും? നിങ്ങൾക്കറിയാത്ത സൊല്യൂഷൻ കർത്താവ് പറഞ്ഞു തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഐഡിയാസ് കിട്ടുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് ചിലരെ കാണിച്ചു തരുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് ചില പ്രത്യേക കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ഒരുപക്ഷെ വലിയ സ്ട്രഗിളിലൂടെ പോവുക, കർത്താവിൻ്റെ സന്നിധി ഇരിക്കണം, പറയണം, കർത്താവെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് പറഞ്ഞു തരണം. മോശ അന്നത്തെ കാലത്ത് പഴയ നിയമ ഭക്തന്മാർ മോശയുടെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമില്ല. മോശ എന്നാ ചെയ്യാനും? മരുഭൂമിയാണ്. മോശ ഇന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. മോശ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, പാറയോട് കൽപ്പിച്ചാൽ മതി, പാറയ്ക്കകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്താൽ മതി? നമ്മളൊന്ന് ചോദിച്ചാൽ മതി, നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ജോഷുവയുടെ മുമ്പിൽ എരിഹോ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുക. ഇത് പൊട്ടിച്ച് ആ എരിഹോ മതിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ മതിൽ, ചൈന വൻമതിൽ മാതിരിയൊക്കെ അതിശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ പൊട്ടിച്ച് കളയാൻ ഒരു മാർഗ്ഗവുമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ജോഷുവയ്ക്ക് ദൈവം ആ പദ്ധതി പറഞ്ഞു കൊടുത്തു. മോനെ, നീ എന്നാ ചെയ്താൽ മതി? അതിന് ചുറ്റും നടന്നിട്ട് ഒന്ന് ആർപ്പ് വിളിച്ചാൽ മതി. ഇതാണ് ദൈവിക പദ്ധതി. ദൈവിക തന്ത്രങ്ങളെ അറിയുന്നത്, ദൈവിക പദ്ധതികളെ അറിയുന്നത്, ദൈവിക പ്ലാനുകളിൽ നമ്മൾ ആയിത്തീരുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങയുടെ പ്ലാൻ എന്നെ അറിയിക്കണമേ. കുഞ്ഞുങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കണം, കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കണം, സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കണം, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് നമുക്ക് പ്ലാനുകളെ വെളിപ്പെടുത്തി തരും. ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ദാനിയേലിന് ആ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം ദാനിയേലിന് ദൈവം കൃപ കൊടുത്തില്ലേ? ഇതുപോലെ നമുക്ക് തരും കേട്ടോ. അതുകൊണ്ട് എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. വലിയ കാര്യങ്ങൾ കാണാൻ, കേൾക്കാൻ, അറിയാൻ പ്രാർത്ഥിക്കണം. ചെറുതിന് വേണ്ടിയാൽ വലിയ കാര്യങ്ങൾ കാണാൻ, കേൾക്കാൻ, അറിയാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവിക അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊരു ശക്തരായ പ്രാർത്ഥനക്കാരായി ഈ പ്രാർത്ഥനാ മാസം മാറട്ടെ. നിങ്ങൾ മഹത്തായതും നിങ്ങൾക്കറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ അറിയുന്നവരായി തീരട്ടെ. നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാകും. കാരണം നിങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ വിസ്ഡം ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരായി തീരുക കേട്ടോ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. വീണ്ടും നാളെ ഒരുമിച്ച് സന്ദേശം കേൾക്കുവോളം കർത്താവ് തൻ്റെ രക്തത്തിൻ്റെ മറവിൽ നമ്മൾ മറക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരായി തീരുക. ദൈവം അനുഗ്രഹിക്കട്ടെ.